കഴിഞ്ഞ ദിവസം ഒരു മനഃശാസ്ത്ര വിദഗ്ധനുമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വിവരമുണ്ട്. ഒരുപാട് ഈ മക്കളൊക്കെ കുറച്ച് 50-55 വയസ്സൊക്കെ കഴിഞ്ഞ ചില അമ്മമാരെ കൊണ്ടുവരുന്നു കൗൺസിലിങ്ങിന്. എന്താണ് വിഷയം? പുതുതായിട്ട് വീടുകളിലേക്ക് വന്നു കയറുന്ന മരുമക്കൾ തങ്ങളെ കൊല്ലാൻ വരുന്നവരാണ്, വിഷം നൽകി കൊല്ലും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഈ സീരിയലുകളിൽ കുറേ കാലം കണ്ട് അതിൻ്റെ ഒരു മാനസികാവസ്ഥയിൽ മാറിപ്പോവുകയാണ് പലരുടെയും മനസ്സുകളിൽ, പലരുടെയും മനോനില. ഇത് ഞാനൊട്ടും ആലങ്കാരികമായിട്ട് പറയുന്നില്ല, നമ്മുടെ സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. മരുമക്കളെയൊക്കെ ഒരു ശത്രുപക്ഷത്ത് നിർത്തി അത് എന്തോ ആണെന്നൊരു അങ്ങനെ ഒരു പൊതുബോധം ചില സ്ത്രീകളിൽ അത് അങ്ങനെ രൂപപ്പെടുകയാണ്. ഇത്തരം കണ്ടന്റുകളിൽ നിന്ന് അത് കിട്ടുന്ന അതാണ് ഞാൻ പറഞ്ഞത്, ഇതൊരു സാംസ്കാരിക വിഷം കൂടിയായിട്ട് മാറുകയാണ്. നമ്മൾ എല്ലാ അർത്ഥത്തിലും മലയാളികൾ എന്ന് പറയുന്ന എന്താണ്, ഈ മണ്ണും പിന്നെ ജലവും വായുവും അന്തരീക്ഷവും മരുന്നുകളും ആഹാരവും ഒക്കെ ഒരു മായമായി മാറുന്ന, വിഷമയമായി മാറുന്ന കാലത്ത് ഇത്തരം ചില സാംസ്കാരിക വിഷം കൂടി നമ്മൾ ഏൽക്കേണ്ടി വരുന്നുണ്ട്. അത്തരം സാംസ്കാരിക വിഷത്തിനെതിരേക്കുള്ളൊരു പ്രതിരോധം നമ്മൾ തീർത്തില്ലെങ്കിൽ തീർച്ചയായും ചരിത്രത്തിൽ നമ്മളൊരു തോറ്റ ജനതയായിട്ട് അടയാളപ്പെട്ടു പോകുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇത് നമ്മുടെ കൃത്യമായ രാഷ്ട്രീയ ബോധത്തിൻ്റെ നിലപാടുകളിൽ നിന്നുകൊണ്ടാണ് ഞാനത് പറയുന്നത്.